ഹലോ ഗൈസ്, ഇന്ന് CUET എക്സാം എഴുതാൻ കോഴിക്കോട്ടേക്ക് വരെ പോകുന്ന ഒരു വ്ളോഗാണ്. അച്ഛൻ്റെ കൂടെയാണ് ഇപ്രാവശ്യവും പോയത്. പക്ഷേ രാവിലത്തെ തിരക്കിന് ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് അങ്ങോളം ഞാനിത് കേട്ടു. എൻ്റെ എക്സാം 3 to 4 അതുകൊണ്ട് രാവിലെ നല്ല വെയിലത്താണ് പോയത്. പിന്നെ രാവിലെ അമ്മ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ടിക്കറ്റ് എടുത്ത് വെച്ചു. സോ അമ്മയാണ് നമുക്ക് ടിക്കറ്റ് കൊണ്ടു തന്നത്. അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ കിട്ടി. നല്ല തിരക്കായിരുന്നു. എങ്ങനെയോ കഷ്ടിച്ചിരുന്നിട്ടാണ് നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. എൻ്റെത് എന്തോ കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെൻറ്റർ. അതുകൊണ്ട് ഒരു 30 മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട്. നമുക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് എന്നിട്ട് അവിടുത്തെ കണ്ടക്ടർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇതിൽ കയറിക്കോ എന്ന് പറഞ്ഞ ആ ധൈര്യത്തിൽ മാത്രം നമ്മൾ ആ ബസ് കയറി. ആൻഡ് ഉച്ചക്കായോണ്ട് ഈ വെയിൽ സഹിക്കാനേ കഴിഞ്ഞില്ല ഗൈസ്. അങ്ങനെ കോഴിക്കോടിൻ്റെ ഇടവഴികളിലൂടെയും നമ്മൾ സഞ്ചരിച്ചു. അങ്ങനെ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഹോട്ടൽക്കാരൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ഫുഡ്. അങ്ങനെ നമ്മൾ സെൻറ്ററിലേക്ക് നടക്കലാന്ന് പൊരി വെയിലത്ത്. എൻ്റെ NTA എക്സാം ആയതുകൊണ്ട് ഈ മൂക്കുത്തിയും ഒക്കെ അയച്ചു വെക്കണം. അവരെന്നെ കൊണ്ട് അയപ്പിച്ചു. ആൻഡ് ഇതാണ് എൻ്റെ സെൻറ്റർ. എൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ എല്ലാ പിള്ളേരും മറ്റേ സിമ്പിളായി ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ ഈ ജീൻസ് ഇട്ടുകൊണ്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് എക്സാം കഴിഞ്ഞിട്ട് ക്ലിപ്പാണ്. എൻ്റെ ബയോളജി 1 മണിക്കൂർ എക്സാം 4 മണിക്ക് കഴിഞ്ഞു. ബോർഡ് എക്സാം എല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല സിമ്പിളായിരുന്നു പേപ്പർ. അങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ചെങ്ങായിനെ കിട്ടി, മീര. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ആർ വാച്ചിങ് ദിസ്. നമ്മൾ ഒരുപാട് സംസാരിച്ചു. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ഉണ്ടായിന്. കുറേ കാലമായിട്ട് അറിയുന്നത്. ആൻഡ് എനിക്ക് മാത്രമാണ് തോന്നിയത് എന്നറിയില്ല, കോഴിക്കോട് കണ്ണൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളുണ്ട്. അങ്ങനെ ബസ് ഇറങ്ങി നോക്കുമ്പോൾ നമുക്കൊരു ഓട്ടോക്കാരനും ലിഫ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും ഭയങ്കര തിരക്കെന്നൊക്കെ പറഞ്ഞു. ഒന്നും മനുഷ്യത്തില്ലാത്ത ആൾക്കാർ പോലെയാണ് അവർ ബിഹേവ് ചെയ്തത്. അങ്ങനെ അവസാനം നമുക്ക് ഈ ഒരു നല്ല മനുഷ്യൻ നമുക്ക് ലിഫ്റ്റ് തന്നു. അങ്ങനെ ഫൈനലി സ്റ്റേഷനിലെത്തി. പിന്നെ നമ്മളെ ബസ്സുള്ള ഭാഗ്യത്തിന് 44 മിനിറ്റ് ഡിലേ ആയിരുന്നു. ഇനി ഈ ഒരു സ്നിക്കേഴ്സിലാണ് ഞാൻ നാട് വരെ പിടിച്ചു നിന്നത്. ഗൈസ്, എൻ്റെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വരുന്ന വരവ് കണ്ടു. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 പാർട്ടാക്കി ഇടാമെന്ന് വെച്ചു. സോ അടുത്ത പാർട്ടിൽ വെച്ച് കാണാം. ബൈ.